ഈ ജയരാജേട്ടന് അദ്ദേഹത്തുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ടാണോ ഈ ഇൻഡിഗോ ബഹിഷ്കരണം പോലും ഉപേക്ഷിച്ച് ഡൽഹിയിലേക്ക് എത്തിയത്? ഞാൻ ഇൻഡിഗോ ബഹിഷ്കരിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. അത് ഞാൻ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ കമ്പനി എടുത്തൊരു നിലപാട് തികച്ചും തെറ്റായിരുന്നു. കാരണം വിമാനത്തിനകത്ത് ഒരു തരത്തിൽ സംഘർഷം ഉണ്ടാകരുത്, പ്രശ്നങ്ങളുണ്ടാകരുത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ്സുകാർ ബോധപൂർവം ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കയ്യേറ്റം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത്. ആ വിമാനത്തിലെ യാത്രക്കാരനായ ഞാൻ അതിനെ പ്രതിരോധിച്ചെന്നത് ശരിയാണ്. അതിനവർ ചെയ്ത തീരുമാനം ഈ അക്രമം നടത്താൻ വന്നവർക്കുള്ള ശിക്ഷയേക്കാളും കൂടുതൽ ശിക്ഷകൾ അതിനെ പ്രതിരോധിക്കാൻ വന്ന എനിക്ക് നേരെ കൈക്കൊണ്ടത് തികച്ചും തെറ്റായൊരു നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വിലക്കിനെ ഞാൻ ബഹുജനങ്ങളുടെ മുമ്പിൽ തള്ളിക്കളയുക എന്ന നിലപാട് സ്വീകരിച്ചു. ആ നിലപാടിലായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴെൻ്റെ മുമ്പുള്ള പ്രശ്നം അതിനേക്കാൾ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി, 40 കൊല്ലക്കാലത്തിലധികം ഞാനുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള, ഇപ്പോഴും വളരെ വളരെ അടുത്ത് സ്നേഹത്തോടും എല്ലാം കൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്ന സഖാ സീതാറാം യെച്ചൂരി അന്തരിച്ചു. അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ആശുപത്രികളിൽ ഒന്നും പോയി കാണാൻ കഴിയില്ല, വന്നിട്ട് ഒന്ന് കാണാൻ തിരിച്ചു വരിക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വരാതിരുന്നത്. ഞാൻ 2-3 പ്രാവശ്യം വരുന്നതിന് വേണ്ടി ആലോചിച്ചതാണ്. പക്ഷെ അന്ന് കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട് വന്നില്ല. പക്ഷെ അദ്ദേഹം അന്തരിച്ചപ്പോൾ ഞാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണ്. ആ ചരമവാർത്ത അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാൻ ധരിച്ചിരുന്നത് ഇന്നലെ അന്തരിച്ചത് കൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ പൊതുദർശനത്തിനുണ്ടാകുമെന്നാണ്. ഞാൻ അവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് വഴിക്ക് വെച്ചാണ് ഇത് ഇന്ന് ഇവിടെ AKG ഭവനിൽ പൊതുദർശനത്തിന് വെക്കുന്നില്ല, നാളെയേ ഉള്ളൂ. ഇന്ന് 6 മണിക്ക് ബോഡി അവിടെ നിന്ന് പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയുന്നത്. പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സമര രീതിയേക്കാൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണെന്ന് കണക്കാക്കിയാൽ മതി. ആ സമര രീതിയേക്കാൾ വലുതാണ് എനിക്ക് സഖാവ് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊന്നിനെയും കുറിച്ച് കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ആ വലിയ മനുഷ്യൻ്റെ, വിപ്ലവകാരിയുടെ, കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ചരമത്തിൽ എൻ്റെ ദുഃഖം നേരിൽ കണ്ട് രേഖപ്പെടുത്തുക, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാണിക്കുക, ആദരവ് കാണിക്കുക എന്നുള്ളതിനാണ് ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്. ആ ദൗത്യമാണ് ഞാൻ നിർവഹിച്ചത്. ഇൻഡിഗോയ്ക്ക് മാപ്പ് നൽകിയിട്ടില്ല. ഇതൊരു പ്രത്യേക ഒരു സാഹചര്യം കണക്കിലെടുത്താണ്. ഞാനിപ്പോൾ അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒരു ഘട്ടങ്ങളിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാകും, അത് അന്നത്തെ സാഹചര്യത്തിലായിരിക്കും. ആ തീരുമാനം എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ളതാണ് ധരിക്കരുത്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്തിക്കൊണ്ട് വേണം അടവ് നയങ്ങൾ ആവിഷ്കരിക്കാൻ. ഞാനെടുത്ത തീരുമാനം അന്നത്തെ കാലഘട്ടത്തിന് തികച്ചും ശരിയാണ്. ആ തീരുമാനത്തിൻ്റെ മേലെ ഞാൻ നിന്ന് സീതാറാം യെച്ചൂരി അന്തരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ ആ തീരുമാനം എനിക്ക് തടസ്സമാകാൻ പാടില്ലായിരുന്നു. അതാണ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത്.